അടുക്കള ഉണ്ടെങ്കിൽ അതിനോട് ചേർന്ന് ഒരു അടുക്കളത്തോട്ടമില്ലാത്ത വീട്ടമ്മമാരെന്ന് വളരെ പരിമിതമാണല്ലേ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. സോ ഇന്ന് ഞാൻ എൻ്റെ ഒരു കുഞ്ഞി അടുക്കളത്തോട്ടത്തെയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനലിൽ ഒരുപാട് പുതിയ ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് ഉണ്ട് നമ്മുടെ ചാനലിൽ വന്നതിന്. ആൻഡ് പിന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് തരണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്കുക. ബെല്ലൈക്കൺ ക്ലിക്കുമ്പോൾ ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ അടുക്കളത്തോട്ടത്തെ പറ്റിയാണല്ലേ. അത്ര വലിയ പരീക്ഷണങ്ങളൊന്നും ഞാനിവിടെ നടത്തിയിട്ടില്ല കേട്ടോ. എങ്കിൽ കൂടിയും ചെറിയ ചെറിയ സംഭവങ്ങൾ ഇവിടെയും ഉണ്ട്. എല്ലാ അടുക്കളത്തോട്ടത്തിലും കാണുന്ന ഒഴിച്ചുകൂടാനാവാത്ത പല സംഭവങ്ങളും എൻ്റെയും അടുക്കളത്തോട്ടത്തിലുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കർഷകകരങ്ങൾ ഒരിക്കലും എൻ്റേതല്ല കേട്ടോ. എൻ്റെ സ്വന്തം ഉമ്മയുടെ കർഷകകരങ്ങളാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത്. ആളുടെ ഒരൊറ്റ ഇൻട്രസ്റ്റിലാണ് കേട്ടോ ഇന്ന് ഇവനൊക്കെ ഇങ്ങനെ വലുതായി ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അടുക്കളത്തോട്ടത്തിലെ ആദ്യത്തെ ആളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇവനാണ് എൻ്റെ അടുക്കളത്തോട്ടത്തിലെ ആ പച്ചമുളക്. കറിയിൽ ഒട്ടും തന്നെ ഒഴിച്ചു കൂടാനാവാത്ത ഇവൻ ഇതാ ഇങ്ങനെ വലുതായി കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇവൻ ഇടയ്ക്കിടെ ഇങ്ങനെ ചെറിയ വെള്ള നിറത്തിലുള്ള പൂക്കളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കായ്കളും കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവനിൽ നിന്ന് നമ്മളൊന്നും ഇതുവരെ പറിച്ചെടുത്തിട്ടില്ല കേട്ടോ. ഇവനിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. വലുതായി ഇങ്ങനെ ഈ അടുക്കളത്തോട്ടത്തിലെ കാരണവർ പോലെ ഇങ്ങനെ പന്തലിച്ച് നിൽക്കുകയാണ് ഇവനിവിടെ. ഇങ്ങനെ നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വലിയ മുളകുകളും കാണാം കേട്ടോ. നമ്മൾ ഇതുവരെ ഒന്നും പറിച്ചിട്ടില്ല. ഇവനിങ്ങനെ വലുതായിട്ടുണ്ടായി നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. അതുകൊണ്ട് നമുക്കൊന്നും പറിക്കാനായിട്ട് തോന്നിയിട്ടില്ല. കുറേ കൂടെ ഇവന് വലുതായിട്ട് കുറേ കൂടെ മുളകുകൾ ഉണ്ടായി കഴിയുമ്പോൾ നമുക്കത് പറിക്കാം എന്നാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പറിക്കാൻ കൂടെ നമുക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇഷ്ടം. അപ്പോൾ ഇവനാണ് എൻ്റെ അടുക്കളത്തോട്ടത്തിലെ കാരണവൻ പച്ചമുളക്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. അപ്പോൾ ഇവനാണ് എൻ്റെ പച്ചക്കറിത്തോട്ടത്തിലെ അടുത്ത താരം തക്കാളി. പുള്ളി ഇങ്ങനെ തന്നെ നിൽപ്പാണ് കേട്ടോ. ഇതിപ്പോൾ കുറേ നാളായി. പുള്ളി ഒരു പൂവും തന്നിട്ടില്ല, ഇതുവരെ ഒരു കായും തന്നിട്ടില്ല. ഇവനെയും പ്രതീക്ഷിക്കാതെ കായ്ക്കുമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ നിൽക്കുവാണ് കേട്ടോ. പുള്ളി ഇങ്ങനെ വലുതായി വലുതായി ഹൈറ്റൊക്കെ വെച്ച് പോകുന്നുണ്ട്. പുള്ളി ഇങ്ങനെ ഹൈറ്റ് വെച്ച് പോകുന്നത് കൊണ്ടാവാം പുള്ളിക്കൊരു കമ്പ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പുള്ളി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞൊക്കെ പോകും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു കമ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഒരു തുണിയുടെ ഒരു തേര് വെച്ചിട്ടാണ് നമ്മൾ കെട്ടിക്കൊടുത്തേക്കുന്നത്. ഇവന്മാർക്കൊന്നും നമ്മളങ്ങനെ പ്രത്യേകം വളങ്ങളൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. നമ്മുടെ കിച്ചണിൽ തന്നെയുള്ള ചെറിയ ചെറിയ ഫുഡിൻ്റെ വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സവാളയുടെ തൊണ്ട്, അതുപോലെ ഉള്ളിയുടെ തൊണ്ട്, മുട്ടത്തൊണ്ട്, പിന്നെ കുറച്ച് ചാണകപ്പൊടി, ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇവന്മാർക്ക് ഇട്ട് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ വേറൊരു തരത്തിലുള്ള ഒരു വളങ്ങളും നമ്മൾ ഇവന്മാർക്ക് ഇട്ട് കൊടുക്കുന്നില്ല. ഇവന്മാർ ആ ഒരു വളങ്ങൾ വെച്ചിട്ടാണ് ഇങ്ങനെ വലുതായി കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ദിവസം വെള്ളം നനച്ചു കൊടുക്കും. ഇവൻ ഇതുവരെ നമുക്ക് കായ്കളൊന്നും തന്നിട്ടില്ല. അപ്പോൾ ഇവൻ്റെ കായ്കൾ നമ്മളിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ ഇവനാണ് എൻ്റെ അടുക്കളയിലെ രണ്ടാമത്തെ താരം തക്കാളി. അപ്പം നമ്മുടെ അടുക്കളയിലെ മൂന്നാമത്തെ പുള്ളി എന്ന് പറയുന്നത് ദാ ഇവനാണ് കേട്ടോ, വെണ്ടത്തായി. പുള്ളിയുടെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. പക്ഷെ തക്കാളിനെ പോലെ അല്ല കേട്ടോ. ഇവൻ നമുക്കൊരു കായ തന്നായിരുന്നു. ഇനിയും തരാമെന്ന് പറഞ്ഞ് കൊതിപ്പിച്ച് പുള്ളി പൂവൊക്കെ ഇട്ട് കാണിച്ചു തന്നു. പക്ഷെ പിന്നെ ആൾ അനങ്ങിയിട്ടില്ല, മുരടിച്ചു പോയി. ഇതാ നമ്മുടെ വെണ്ടക്കത്തൈനെ ചാരി നിൽക്കുന്ന ഒരുത്തിയുണ്ട് കേട്ടോ. ഇവളാണ് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ അടുത്ത താരം. ഇവളാരാണെന്നോ? ഇവള് കോവയ്ക്കാണ് കേട്ടോ. പുള്ളി പറയുന്നത് ഞാൻ കായ തരാം, പക്ഷെ എനിക്ക് കുറച്ചുകൂടെ സമയം വേണം എന്നാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആയിക്കോട്ടെ എന്ന് നമ്മളും കരുതി.
അപ്പോൾ നമ്മുടെ വെണ്ടക്കേനെ ഇങ്ങനെ ചുറ്റിപ്പറ്റി പുള്ളിക്കാരിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരിക്ക് നമ്മളൊരു ചെറിയ കമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കളയിലെ മൂന്നാമത്തെ താരം. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞി അടുക്കളത്തോട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വലിയ സംഭവങ്ങളൊന്നുമില്ല, ആകെ 3 സംഭവങ്ങളേ ഉള്ളൂ. പക്ഷെ എങ്കിൽ കൂടിയും ഇവന്മാരൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. ഇവരെന്തെങ്കിലുമൊക്കെ കാക്കിയല്ലോ, അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ ഇതുപോലെ ഓരോ അടുക്കളത്തോട്ടങ്ങൾ? എന്തൊക്കെയാണുള്ളത് എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്നേക്കാം. അപ്പോൾ നമുക്ക് ഇനിയും നല്ല വീഡിയോസായിട്ട് കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും സേഫായിട്ടിരിക്കണേ. ബൈ. അസ്സലാമു അലൈക്കും.